അപ്പോൾ നമ്മളെ രാമസിംഹേട്ടൻ ആകെ പ്രയാസത്തിലാണ്. അലി അക്ബർ എന്ന് പറയുന്ന രാമസിംഹേട്ടൻ ഇപ്പോൾ BJPക്ക് എതിരെ രംഗത്ത് വന്നിക്കാണ്. BJPയിൽ ചേർന്നതോടെ അന്നം മുട്ടി എന്നാ മൂപ്പരെ പ്രശ്നം. ഊണിന് വരെ കമ്മീഷൻ അടിക്കുന്നവരാണ് നേതാക്കൾ എന്ന് പറഞ്ഞിട്ട് തുറന്നടിച്ചിക്കുക. ഇപ്പോൾ BJPൻ്റെ ഒരു അവസ്ഥ നമുക്കറിയാം. ഇപ്പോൾ ഈ ഒരു 2 ആഴ്ചയായിട്ട് ദേവൻ എന്ന് പറയുന്ന നടൻ പാർട്ടി വിട്ടതുമായി ബന്ധപ്പെട്ട വാർത്ത നമ്മൾ കേട്ടു. PC ജോർജ് വന്ന് ഗുരുതരമായ ആരോപണങ്ങൾ ഈ പറയുന്ന കേരളത്തിലെ BJP നേതാക്കന്മാർക്കും പാർട്ടിക്കുമെതിരെയൊക്കെ ഉന്നയിക്കുന്ന വാർത്ത നമ്മൾ കണ്ടു. അപ്പോൾ നമുക്കറിയാം അബ്ദുള്ള കുട്ടിനെയൊക്കെ ഉപാധ്യക്ഷ സ്ഥാനത്ത് നിന്ന് എടുത്തു മാറ്റിയ സംഗതികളെ ചർച്ച ചെയ്ത് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മളെ രാമസിംഹേട്ടൻ വന്നിട്ട് പറയുന്നത് അന്നം മുട്ടിക്കണം കേട്ടോ BJPയിലായിട്ട്. ഞാൻ ആ വാർത്തേൻ്റെ കുറച്ച് ഭാഗം വായിക്കാം. സംസ്ഥാന BJP നേതൃത്വത്തിനെതിരെയും പാർട്ടിയുടെ പ്രവർത്തന ശൈലിക്കെതിരെയും രൂക്ഷ വിമർശനവുമായി സംവിധായകനും BJP മുൻ സംസ്ഥാന സമിതി അംഗവുമായ രാമസിംഹൻ എന്ന അലി അക്ബർ BJPയിൽ ചേർന്നതോടെ തൻ്റെ വരുമാന മാർഗങ്ങൾ പൂർണ്ണമായി ഇല്ലാതെയായി എന്നും ₹1 വരുമാനം പോലും ലഭിക്കാത്ത അവസ്ഥയാണ് എന്നും അദ്ദേഹം യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തുകയാണ്. മാത്രമല്ല മൂപ്പര് പറയുന്ന വേറൊരു അവസ്ഥ ഉണ്ട്. കോൺഗ്രസിലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലോ മുസ്ലിം ലീഗിലോ നിന്നിരുന്നെങ്കിൽ ആവശ്യത്തിന് സൗകര്യങ്ങളും പദവികളും സമ്പത്ത് ലഭിക്കുമായിരുന്നു എന്നും കേരള BJPയിൽ ചേർന്നതിൽ തനിക്ക് വലിയ രീതിയിൽ പശ്ചാത്താപമുണ്ടെന്നും രാമസിംഹം വ്യക്തമാക്കാണ്. വേറെ വലിയൊരു പ്രയാസം മൂപ്പര് പറഞ്ഞു, സിനിമ കിട്ടുന്നില്ല, ചാണകസംഖി എന്ന ചാപ്പകുത്തൽ മാത്രമേ ഉള്ളൂ. അതായത് രാമസിംഹേട്ടനോട് പറയാനുള്ളത്, സിംഹേട്ടാ, അതായത് നിങ്ങൾ പുഴ മുതൽ പുഴ വരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു സിനിമയൊക്കെ എടുത്തിട്ട് കുറേ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് നിങ്ങൾ വലിയ ഫണ്ട് കളക്ഷനൊക്കെ നടത്തി. പക്ഷെ പുഴ പിന്നെ ഏത് വഴിക്കാണ് ആ പുഴ, തോടായോ ഇനി കടലിലേക്ക് ഒഴുകിയോ അതോ കുളത്തിലേക്കോ ഒഴുകിയത് എന്നൊന്നും നമുക്ക് മനസ്സിലാകാത്ത കോലത്തിൽ കാര്യങ്ങൾ പോയി. അപ്പം അന്ന് തന്നെ നമ്മൾ കൃത്യമായി നിങ്ങളെക്കുറിച്ചും വിലയിരുത്തി, പിന്നെ നിങ്ങളെ പ്രസ്താവനകളെക്കുറിച്ചൊക്കെ വിലയിരുത്തി. നിങ്ങൾക്ക് വേണ്ടിയത് എന്താ വെച്ചാൽ നിങ്ങൾ എത്ര ഇതിൻ്റെ പേരിൽ ഈ നാടിനെ സൗഹൃദപരമായ അന്തരീക്ഷത്തെ തകർക്കുന്ന രീതിയിൽ എന്തൊക്കെ പ്രസ്താവനകൾ നിങ്ങൾ നടത്തി. ഇപ്പം നിങ്ങൾ വന്നിട്ട് പറയാണ് പൊതുസമൂഹം ഇതൊക്കെ വിലയിരുത്തുന്നുണ്ട്, നിങ്ങളോടാ സംസാരിക്കുന്നത്. നിങ്ങൾ വന്നിട്ട് പറയാണ് ഇതൊക്കെ ചെയ്തിട്ടും ആ പാർട്ടിയിൽ നിന്ന് പ്രതീക്ഷിച്ചതുപോലെ സാമ്പത്തിക നേട്ടത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, സ്ഥാനമാനങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എനിക്ക് ഏറ്റവും വലിയൊരു അഭിമാനം തരുമോ, ഇയാളൊക്കെ ആ നിലക്ക് സംസാരിച്ചിരുന്ന സമയത്തെ ഇതൊക്കെ രാഷ്ട്രീയ ലാഭത്തിനും സാമ്പത്തിക ലാഭത്തിനും വേണ്ടിയിട്ടാണ് ഇയാളൊക്കെ ഈ കോലത്തിൽ കേരളത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പച്ചക്ക് പറയാനുള്ള ആ ഒരു കാര്യം എന്നിലൊക്കെ ഉണ്ടായി എന്നുള്ളതിൽ എനിക്ക് നല്ല അഭിമാനമുണ്ട്. ഇപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞാലും ഇതൊക്കെ ഒന്ന് മാറ്റി പറയുന്ന ഒരു ഗതി ഇങ്ങൾക്കൊക്കെ വരുമെന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. അതൊന്നും നമ്മളെ ആയുസ് തീരുന്നതിൻ്റെ മുമ്പ് തന്നെ അത് ആ കോലത്തിൽ തന്നെ ആയി മാറി. യഥാർത്ഥത്തിൽ ചാണകസംഖി എന്ന് പറയുന്ന ആ നിലക്ക് ചാപ്പ കുത്തിയത് നിങ്ങളെ നാവിൻ്റെ പ്രശ്നം കൂടിയിട്ടാണ്. ആ കോലത്തിലായിരുന്നു നിങ്ങൾ ഈ സമൂഹത്തിൽ സംസാരിച്ചു കൊണ്ടിരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് പ്രസ്താവനകൾ. ഏതായാലും നിങ്ങൾക്ക് കുറച്ച് സംഖികളെ ഈ പറയുന്ന പോലെ ചാണകസംഖികളെ വണ്ടി കയറ്റാനായി. യഥാർത്ഥമായ വാര്യംകുന്നത്ത് കുഞ്ഞാമദാജിയെ പോലുള്ള ആളുകൾ സ്വാതന്ത്ര്യ സമര രംഗത്ത് ബ്രിട്ടീഷ് പട്ടാളത്തെയും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെയും അങ്ങേയറ്റം പിടിച്ചു കുലുക്കിയ ധീരദേശാഭിമാനിയെപ്പറ്റി പച്ചക്ക് നുണ പറഞ്ഞ് ആ നുണക്കഥയെ സിനിമയാക്കി അതിലൂടെ അതായത് ചാണകസംഖികളുടെ പ്രീതിയും പ്രശംസയും അതിലൂടെ സാമ്പത്തിക നേട്ടവും രാഷ്ട്രീയപരമായ നേട്ടവും കൊതിച്ച താങ്കൾക്ക് അതൊക്കെ ഒറ്റടിക്ക് കിട്ടുമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അതൊന്നും കാലം നിങ്ങൾക്ക് മാപ്പ് നൽകൂല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അന്നം മുട്ടിപ്പോവും. കാരണം ഈ രാജ്യത്തിന് വേണ്ടി നിലകൊണ്ട അത് അത്തരം ആളുകളെയൊക്കെ നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമൂഹത്തിൽ അവഹേളിക്കുന്ന രീതിയിലുള്ള പൊയ്ക്കഥകൾ മെനഞ്ഞെടുത്തിട്ട് അത് അത്തരത്തിലാക്കുമ്പോൾ നിങ്ങളെയൊക്കെ കാലം വെറുതെ വിടുമെന്നാണോ നിങ്ങളൊക്കെ പ്രതീക്ഷിച്ചത്? അതൊരിക്കലും ഉണ്ടാവില്ല. കാലം നൽകിയ തിരിച്ചടിയാണ് എന്ന് ഇപ്പോഴെങ്കിലും നിങ്ങളൊക്കെ ഒന്ന് ഓർത്താൽ നന്നായിരിക്കും. നമുക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താം, ചാരിറ്റി പ്രവർത്തനം നടത്താം, സംഘടനാ പ്രവർത്തനങ്ങൾ നടത്താം. അതൊക്കെ സമൂഹത്തിന് നല്ലത് പറഞ്ഞു കൊടുത്തും വിവിധങ്ങളായ മതചിന്തകളും മതങ്ങളില്ലാത്തവരും മനുഷ്യരുടെ
സൗഹൃദപരമായ അന്തരീക്ഷത്തിന് ഉതകുന്ന കാര്യങ്ങളിലും നിന്നുകൊണ്ടായിരിക്കണം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. നിങ്ങളൊക്കെ ചെയ്തത് മറ്റൊരു തരത്തിലാണ്. ഏതായാലും പറഞ്ഞു വരുന്നത് രാമസിംഹേട്ടൻ്റെ അന്നം മുട്ടിയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് BJP ഈ കൊലത്തിൽ അദ്ദേഹത്തെ പരിഗണിച്ചിട്ടില്ല എങ്കിൽ മൂപ്പര് വേറെ ഏതെങ്കിലും പാർട്ടിക്ക് പോകുമെന്നാണ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. ഞാൻ പറയുന്നത് എവിടേക്ക് നിങ്ങൾ പോയാലും ഇനിയിപ്പോൾ ഏത് പാർട്ടി മൂപ്പരെടുത്താലും എടുക്കണ പാർട്ടിക്കാർ നേതൃത്വം പറയാ, സിംഹേട്ട നമ്മളാ മറ്റേ പരിപാടി ഏത് കലക്കണ പരിപാടി ഇവിടെ വേണ്ട എന്നുള്ള കാര്യത്തെ ഓർമ്മപ്പെടുത്തി. പല സിനിമകളും പല കഥകളൊക്കെ നമ്മളെ നാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ കെട്ടുകഥകളൊക്കെ ആയിട്ട് വന്ന് ഇനിയിപ്പോൾ മുസ്ലിം ലീഗ് ചേർന്നുങ്ങാണ്ട് ഇല്ലാത്തൊരു കഥ കൊണ്ടുവന്നിട്ട് ചരിത്രത്തെ വളച്ചൊടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനും യാതൊരു വിധത്തിലുള്ള പ്രിവിലേജോ മൈലേജോ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൻ്റെ അടിയിൽ നിന്നൊന്നും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് മുസ്ലിം ലീഗും വരണ്ട, ഈ പറഞ്ഞ മറ്റു തലത്തിലേക്കൊന്നും പോകണ്ട. യഥാർത്ഥത്തിൽ ഏത് രാഷ്ട്രീയ പാർട്ടിക്കും പോകാനുള്ള അവകാശമുണ്ട്. പക്ഷേ അതൊക്കെ ഈ പറയുന്ന മൈൻഡോട് കൂടിയാണെങ്കിൽ ഇത് കേരളമാണ്. ഒരുപാട് വായനകളും സിനിമകളും ചരിത്രങ്ങളും ഒക്കെ കണ്ട കേരളത്തിൽ നിങ്ങൾ ആ ഉടായ്പൊന്നും നടക്കൂല എന്നുള്ളതും ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തി. കാലം നിങ്ങൾക്ക് കാണിച്ചു തന്നത് നിങ്ങളൊന്ന് റിവ്യൂ ചെയ്ത് അതൊന്ന് മനസ്സിരുത്തി ഉൾക്കൊണ്ടാൽ നിങ്ങൾക്കതിൻ്റെ ഉത്തരം കിട്ടും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിനൊരു ഉത്തരം നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും പഠിച്ചിട്ടില്ല എന്നുള്ളത് തന്നെ മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെ രാമസിംഹേട്ടനും ഒരു ഭാഗത്ത് PC ജോർജും ഒരു ഭാഗത്ത് ദേവനും ഒക്കെ രംഗത്ത് വന്ന സാഹചര്യത്തിൽ മതേതര സമൂഹത്തിന് ഓൾറെഡി മനസ്സിലായിട്ടുണ്ട്. ഏതായാലും ഉള്ളിലെ ആൾക്കാർക്ക് കൊമ്പത്ത് നിന്ന് അതിനെ അങ്ങട്ടാക്കാനും ഇങ്ങട്ടാക്കാനും നിന്ന ആൾക്കാർക്കൊക്കെ മനസ്സിലായി എന്നുള്ള ഒരു വിവരത്തോടു കൂടി ഈ വിഷയങ്ങളെ പറഞ്ഞു. നമ്മൾ അന്ന് പറഞ്ഞതിലേക്ക് രാമസിംഹേട്ടനും എത്തിയിരിക്കുന്നു എന്നുള്ള കാര്യത്തെ ഓർക്കുമ്പോൾ ചിരിക്കാനും വയ്യ ചിരിക്കാതിരിക്കാനും വയ്യ എന്നുള്ളൊരവസ്ഥയിലാണ്.